കുറച്ചു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു. ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തിയേറ്റർ പൂരപ്പറമ്പാക്കിയതിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു കേക്ക് മുറിയും അതിൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നു. തിയേറ്റർ പൂരപ്പറമ്പാക്കുക എന്ന് പറയുമ്പോൾ സിനിമകൾ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന അവസ്ഥയിലേക്ക് വരേണ്ടത് തന്നെയാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. പക്ഷേ ചില സിനിമകളെങ്കിലും തിയേറ്റർ പൂരം കഴിഞ്ഞ ആളൊഴിഞ്ഞ പറമ്പ് പോലെ ആക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മുന്നിൽ കാണണമല്ലോ. എന്തായാലും ഇത്തവണ സിനിമ കാണാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ, കാർ എടുത്ത് ഇറങ്ങുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാർ എടുക്കാതെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കുറച്ചൊന്ന് കുറയും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനോടൊപ്പം നമ്മളൊരു തിയേറ്ററിൽ കയറി കാർ പാർക്ക് ചെയ്തു, സിനിമ തുടങ്ങി, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് കാർ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാറിൻ്റെ മുന്നിലും പിന്നിലൊക്കെ വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഹാഫും കൂടി കാണാൻ നമ്മൾ നിർബന്ധിതരാകും. ഗതികെട്ട് നമ്മൾ പെട്ടുപോകും എന്ന് പറയുന്നൊരു സാഹചര്യം. അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിലേ 2 സ്കൂട്ടർ എടുത്ത് മാറ്റിയാൽ നമുക്ക് നൈസായിട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്തവണത്തെ ഓണം റിലീസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 3 പ്രധാന അഭിനേതാക്കൾ, ടൊവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവർ 3 പേരും ഞങ്ങളുടെ സിനിമകൾ റിലീസാവുന്നുണ്ട്, നിങ്ങൾ എല്ലാ സിനിമകളും കാണണം എന്നുള്ള രീതിയിലെന്ന് വെച്ചാൽ ആ 3 പേരുടെയും സിനിമകൾ പരസ്പരം അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിംഗിൾ വീഡിയോ പോസ്റ്റ് ചെയ്തു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. എനിക്കത് വളരെ പ്രോത്സാഹിപ്പിക്കബിളായിട്ടുള്ള, അതായത് ഒരുപാട് ആവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. ഓണത്തിന് എന്തായാലും ഇത്രയും അവധി ദിവസങ്ങളുണ്ട്, സിനിമകളൊക്കെ ആളുകൾ കയറി ഇറങ്ങി കാണാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഓണമൊക്കെ ആകുമ്പോഴേ അവധിയൊക്കെ ആണല്ലോ, അപ്പം കുട്ടികളൊക്കെ ഫ്രീ ആവുന്നു, കുടുംബത്തേക്ക് ആളുകൾ വരുന്നു, അപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങണം, അപ്പോൾ സിനിമ കാണുക എന്നുള്ളൊരു ഓപ്ഷൻ ആളുകൾ സ്വീകരിക്കും. അപ്പോൾ നല്ല സിനിമകൾ വരികയാണെങ്കിൽ ആ സിനിമകളൊക്കെ വിജയമാവട്ടെ. അപ്പോൾ തങ്ങളുടെ സിനിമകളെക്കുറിച്ച് കോൺഫിഡൻസ് ഉള്ള അഭിനേതാക്കൾ പരസ്പരം പ്രൊമോട്ട് ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. എൻ്റെ സിനിമയ്ക്ക് മാത്രം തിയേറ്റർ കിട്ടണം, എൻ്റെ സിനിമ മാത്രം ഹിറ്റാവണം, അവൻ്റെയൊക്കെ പടം പൊട്ടിയിട്ട് വേണം എനിക്ക് ഒറ്റയ്ക്ക് സൂപ്പർ സ്റ്റാർ ആവാൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സരോജ് കുമാർ ലൈനിൽ നിന്ന് യുവതാരങ്ങൾ എത്ര മാറി നിൽക്കുന്നു എന്നുള്ളത് അത്രയും പ്രതീക്ഷ നൽകുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ആ വീഡിയോ വന്നതിന് ശേഷം ഓണത്തിന് റിലീസാവുന്ന മറ്റൊരു സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അതിനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് എങ്ങനെ എന്ന രീതിയിൽ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ കാര്യം കാരണമില്ലാത്ത ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തോന്നിയെങ്കിലും ഒരു അഭിനേത്രി അത് ആ രീതിയിൽ ഷെയർ ചെയ്തപ്പോൾ തോന്നിയത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചതാണ്. കാരണം ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെ, പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പ് പോലെയുള്ള സംഭവങ്ങൾ സ്ത്രീകളെ പരമാവധി മിസ്യൂസ് ചെയ്യുന്ന, അവസരങ്ങൾ കുറയ്ക്കുന്ന, വളരെ സ്വജനപക്ഷപാതപരമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ അതിനൊരു സ്ത്രീ തന്നെ മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ 3 പേരും കൂടി വീഡിയോ ചെയ്യുന്നു, എന്നാൽ അതേസമയം വേറെയും 2-3 സിനിമകളും കൂടി ഓണത്തിന് റിലീസാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ സിനിമകളുടെ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊമോഷൻ ചെയ്തില്ല? അപ്പോൾ ആ 3 പേരുടെ സിനിമകൾ മാത്രം ഹിറ്റായാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണോ? അതാണോ പവർ ഗ്രൂപ്പ് എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊരു ക്ലാസ് മുറി എടുക്കുകയാണ്, അവിടെ ഒരു 30 കുട്ടികളുണ്ടാവും. 30 കുട്ടികളും ഓണത്തിനും ക്രിസ്മസിനും അതുപോലെ കൊല്ലപ്പരീക്ഷയ്ക്കും, ഇപ്പോൾ അങ്ങനെയാണോ പരീക്ഷ എനിക്കറിയില്ല കേട്ടോ, എന്തായാലും പരീക്ഷയെ നേരിടുന്നത് 30 കുട്ടികളും ഒരുമിച്ച് തന്നെയാണ്. 30 പേർക്കുമുള്ളത് ഒരേ ചോദ്യപേപ്പറും തന്നെയാണ്. പക്ഷേ അതിൽ ചിലപ്പോൾ 2-3 സുഹൃത്തുക്കളുണ്ടാവും. അവർ ഒരുമിച്ച് പോയിരുന്ന് പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. പരീക്ഷാ ഹാളിൽ അവർ കോപ്പി അടിക്കില്ല. പക്ഷേ കൂട്ടുകാരൻ പേന എടുക്കാൻ മറന്നു എന്ന് തോന്നിയാൽ അവരൊരു പേന കൊടുത്തു വന്നിരിക്കും. ഗ്രാഫ് പേപ്പർ കരുതിയിട്ടില്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കും. പിന്നെ കയറുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദ ബെസ്റ്റ് പറയും. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പറയുകയാണ്, കണ്ടോ അവന്മാർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദ ബെസ്റ്റ് പറയുന്നു, നമ്മളോട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടില്ല, അവന്മാർ 3 പേരും കൂടി ഗ്രൂപ്പ് കളിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ, അതിനെ നമ്മൾ ബാലിശം എന്ന് പോലും പറയില്ലല്ലോ. കാര്യം ബാല്യകാലത്ത് പോലും ആളുകൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. ഇത് ബേസിക്കലി സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് വളരാനുള്ള, വളരെയധികം കോമ്പറ്റീറ്റീവായി കാര്യങ്ങളെ കാണുകയും ഫെയറായി തന്നെ മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സ്പിരിറ്റാണത്. അവിടെ അവർക്ക് 3 പേർക്ക് മുന്നേറണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളുടെ പേന ഒളിപ്പിക്കുക പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ അയാൾ കോപ്പി അടിച്ചു എന്ന് കള്ളപ്രചരണം നടത്തുക, അല്ലെങ്കിൽ മാർക്ക് കിട്ടിയത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞു വരുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവരൊരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ തളർത്തുക എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. മറ്റേത് ആദ്യം നമ്മൾ പറഞ്ഞ കേസിൽ അവനവൻ വളരാൻ ശ്രമിക്കുകയല്ലേ. ഇനി പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാക്കിയുള്ളവരുടെ വളർച്ചയെ തടയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കുറച്ച് ആളുകൾ, അവർ പ്രായം കൊണ്ട് സീനിയർ ആയിട്ടുള്ള, എക്സ്പീരിയൻസ് കൊണ്ട് സീനിയർ ആയിട്ടുള്ള, പിന്നെ പിടിപാടുകൾ കൊണ്ട്, സ്വാധീനം കൊണ്ട്, അതായത് മറ്റുള്ള ആളുകളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ പറ്റുന്ന സ്വാധീനം കൊണ്ട് നമ്മൾ വളർന്ന് ഇവിടെ വരെ എത്തി.
ഇനി നമുക്ക് മുകളിൽ വേറൊരാൾ വളരാൻ പാടില്ല എന്നൊരു കോമൺ ഉദ്ദേശം, അതിനങ്ങനെ ഒരു പ്രിൻറ്റഡ് ബൈലോയോ അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. നമ്മളാണ് മെയിൻ, നമുക്കാണ് കൂടുതൽ ലാഭം, നമ്മളൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യും, അതിനൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ നോക്കിയും കണ്ടും ബഹുമാനിച്ചും ഒക്കെ നിൽക്കാത്ത ആളുകളെ നമ്മൾ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും. അവർ പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ വേണ്ട. പിന്നെ ഇവിടെ ആര് നന്നാവണം, പിടിച്ചു നിൽക്കണം, ഏത് സിനിമ ഹിറ്റാവണം, എത്ര ദിവസം ഓടണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കും എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് ബാക്കിയുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളുകളെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു പരിപാടിയിൽ പറയുന്നത്. ഒരു സൂപ്പർ താരമാവണമെന്നില്ല നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനെ, തിയേറ്റർ ഓണേഴ്സിനെ, അഭിനേതാക്കളെ ഒക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പണമുണ്ടാവാം, അത്യാവശ്യം ഭീഷണിപ്പെടുത്താനുള്ള കഴിവുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ബാക്കിയുള്ളവരുടെ വളർച്ചയെ പോലും തങ്ങളുടെ അധീനതയിലായിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരെയാണ് പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫെയർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു മത്സരത്തിന് സാധ്യത ഇല്ലാതാക്കുന്നതാണ്. കാര്യം അവർ തന്നെ തീരുമാനിക്കുന്ന ആര് ജയിക്കണമെന്ന്. അവരിൽ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലുമൊക്കെ ജയിച്ചാൽ മതി, ബാക്കിയുള്ളവരും ജയിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവർക്കും മത്സരിക്കാനുള്ള സാധ്യത കുറയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 പേർ അവരുടെ സിനിമകൾ പരസ്പരം പ്രൊമോട്ട് ചെയ്തപ്പോൾ സംഭവിച്ചത്, സിനിമകൾ തിയേറ്ററിൽ എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പാകത്തിനുണ്ട്, നിങ്ങൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും കണ്ടോളൂ, പക്ഷേ ഞങ്ങളുടെ സിനിമകൾ കാണൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി പ്രേക്ഷകൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതേസമയം പവർ ഗ്രൂപ്പ് ചെയ്യുന്നത് അവരുടെ സിനിമകൾ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ ഒരു സെലിബ്രേഷൻ സമയത്ത്. നമ്മളിതിൻ്റെ ഒരു പ്രേക്ഷകൻ ആംഗിളിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അറിയണം എന്നില്ല. സാധ്യതകളാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഓണം അതുപോലെ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത്, ഒരു വെക്കേഷൻ സമയം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. ഹിറ്റാവും തോറും അവരുടെ താരമൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ സംവിധായകരുടെ ആണെങ്കിലും എഴുത്തുകാരുടെ ആണെങ്കിലും അഭിനേതാക്കളുടെ ഒക്കെ താരമൂല്യം വർദ്ധിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയങ്ങളിൽ ഒരു സിനിമ അവരുടേതായിട്ട് റിലീസാവുക എന്നുള്ളത് എല്ലാ അഭിനേതാക്കളുടെ ഒരു സ്വപ്നമൊക്കെ ആയിരിക്കും. ഒരുപാട് പേര് പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓണത്തിന് ഞങ്ങളുടെ പടം ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയ സംഭവമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു പവർ ഗ്രൂപ്പിൻ്റെ എക്സിസ്റ്റൻസിൽ അവർക്ക് വേണമെങ്കിൽ ഇവരൊക്കെയാണ് പവർ ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തിയേറ്റർ ഓണേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇത്ര തിയേറ്ററെ അവരുടെ സിനിമയ്ക്ക് കൊടുക്കുന്നുള്ളൂ. ഞങ്ങളുടെ സിനിമകൾ വരുമ്പോൾ മാക്സിമം തിയേറ്ററിൽ അത് റിലീസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ സിനിമകൾ മാത്രമേ ഈ ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങാവൂ, ബാക്കിയുള്ളത് അല്ലാത്ത സീസണിൽ എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങിക്കോട്ടെ എന്ന്. അല്ലാതെ ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, അത് ഹിറ്റായി കഴിഞ്ഞാലും അത്ര വലിയൊരു വിജയമായി അത്രയും വലിയൊരു കളക്ഷൻ നേടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നില്ല. അപ്പോൾ ആ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവരുടെ വളർച്ച കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. ആ തീരുമാനങ്ങളുണ്ടല്ലോ, അതായത് ബാക്കിയുള്ളവൻ എവിടെ വരെ വളരണം എന്ന തീരുമാനമെടുക്കുന്ന ആ പൊസിഷനിലാണ് പവർ ഗ്രൂപ്പ് ഒരു വലിയ ത്രെട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഏറ്റവും മോശം കാര്യമായിട്ട് മാറുന്നത്. ആൻഡ് ഈ ഒരു ആരോപണം ഉണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരുടെ സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടുകയും ബാക്കിയുള്ളവർക്ക് തിയേറ്ററുകളേ കിട്ടുന്നില്ല. റിലീസ് ചെയ്യാൻ വളരെ കുറച്ച് തിയേറ്ററിൽ 1-2 ഷോസ്, അതും ആരും കാണാനില്ലാത്ത സമയത്ത് ഷോസ് മാത്രം അനുവദിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, അത് നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം കണ്ടിട്ടാണ്. പല സിനിമയുടെയും അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല, കിട്ടിയാൽ തന്നെ ആരും കാണാനില്ലാത്ത സമയത്താണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇവർ ദുരുദ്ദേശപരമായി നമ്മുടെയൊക്കെ വളർച്ചയെ തടയുന്നു എന്നുള്ള രീതിയിലൊരു കാര്യം പറയുക. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രൊമോഷണൽ ഈവൻറ്റ് എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും ഫീൽ ചെയ്തത് അവർ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഐഡിയ എന്നുള്ളതാണ്. കാരണം ആസിഫ് അലി കാറിലിരിക്കുകയായിരുന്നു, ആൻഡ് ടൊവിനോയും പെപ്പയും അവർ സംസാരിക്കുന്നതിൽ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയുടെ പുറത്ത് അവർ ചെയ്തൊരു കാര്യമാണ്. അത് അവരുടെ ഇത്രയും കാലത്തെ സൗഹൃദത്തിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചാനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ, താനിങ്ങനെ ഒന്നും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് സംഭവിച്ചതായിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെയൊക്കെ എത്ര സീരിയസ് ആയിട്ട് കാണണോ, അവരിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു ചീപ്പ് മാർക്കറ്റിംഗ് പബ്ലിസിറ്റി എന്നുള്ള രീതിയിലും അതിനെ കണ്ടിട്ട് അതിനർഹിക്കുന്ന അവഗണന കൊടുത്താൽ പോരെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാവേണ്ട ഒരു വേർഡ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേം, അതിൻ്റെ സീരിയസ്നെസ്സിനെ വളരെയധികം കുറച്ച് കാണുന്നു. അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വർക്ക് സ്പേസിനെ ഇല്ലായ്മ ചെയ്യുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഐഡിയ ഉണ്ടല്ലോ, അങ്ങനെ പേരിട്ടിട്ടാരും നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ ഐഡിയയെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എത്തിച്ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് 3 പേരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് പവർ ഗ്രൂപ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിപ്പോൾ.
പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആരോപണത്തിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെ നിസ്സാരവൽക്കരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇപ്പോൾ ചില അഭിനേതാക്കൾക്കെതിരെ നമുക്ക് പോലും പെട്ടെന്ന് കേൾക്കുമ്പോൾ വ്യാജ ആരോപണങ്ങളാണ് എന്ന് തോന്നുന്ന കുറച്ച് കേസുകൾ വരുമ്പോൾ ഒറിജിനലായിട്ടുള്ള ആരോപണങ്ങളോട് പോലും നമുക്ക് തോന്നും ഓ ഇതും വ്യാജമായിരിക്കും. പക്ഷേ ഇവിടെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓൾറെഡി കേസൊക്കെ ഫോർവേഡ് ആവുന്നുണ്ട്. പക്ഷേ വ്യാജമെന്ന് തോന്നുന്ന ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ വ്യാജമെന്ന് തെളിയിക്കപ്പെടുന്ന ആരോപണങ്ങളെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണും. ഈ സീരിയസ് ആയിട്ടുള്ള പരാതികളെ, ഒറിജിനലായിട്ടുള്ള പരാതികളെ വളരെ ഈസി ആയിട്ട് ആൾക്കാർ കണ്ടുപോകും എന്ന് പറയുന്നത് പോലത്തെ ഒരു ഡേഞ്ചർ ഇതിൻ്റെ പുറകിലുണ്ട്. ജസ്റ്റ് അതൊന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, തമാശയ്ക്ക് ചെയ്തതായിരിക്കാം. കാരണം ARM സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ പോസ്റ്റ് ഇട്ട ആളുടെ പേരൊക്കെ വെച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത്, ഒരു രസത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മളും കൂടി ഇതിൻ്റെ ഇടയിൽ വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയാന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കാം. പക്ഷേ ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടേമിനെ യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നിയത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.